തിരുവനന്തപുരത്ത് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. HSS വിഭാഗം സംഘനൃത്തത്തിലെ ജഡ്ജ്മെന്റിൽ പിഴവുണ്ടായി എന്നാരോപിച്ചാണ് പ്രതിഷേധിക്കുന്നത്. കോട്ടൺ ഹിൽ HSSലെ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ബിനിൽ ലീല സാബു ചേരുന്നു. ബിനിൽ, എന്താണ് സംഭവിച്ചത്? ഈ വിതരണത്തിൽ പിഴവുണ്ടെന്നാണ് പ്രധാനപ്പെട്ട ആരോപണം വിദ്യാർത്ഥികൾക്ക് ഉള്ളത്. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിക്കാണ് വിദ്യാർത്ഥികൾ മേക്കപ്പ് ഇട്ട് ഈ സംഘനൃത്തത്തിന് തയ്യാറായി നിന്നത്. പക്ഷേ വൈകിട്ട് 3 മണിയോട് കൂടി തുടങ്ങുമെന്നായിരുന്നു അറിയിച്ചത്. പക്ഷേ അത് വൈകുകയും രാത്രി 12 മണിയോട് കൂടിയാണ് ഈ നൃത്തം ആരംഭിച്ചതിന് ശേഷം 3 മണി വരെ നീണ്ടു. ആ ഘട്ടത്തിൽ തന്നെ മറ്റൊരു സ്കൂളിന് 1ാം സ്ഥാനം നൽകാൻ തീരുമാനിച്ചു എന്നാണ് വിദ്യാർത്ഥികൾ ആരോപിച്ചത്. വിധി വന്നപ്പോൾ അങ്ങനെ മറ്റൊരു സ്കൂളിനാണ്, ഈ കോട്ടൺ ഹിൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ഇവിടെ തിരുവനന്തപുരം നഗരത്തിലുള്ള മറ്റൊരു സ്കൂളിനാണ് 1ാം സ്ഥാനം നൽകിയത്. അതിൽ ആ വിധി നിർണയത്തിൽ പിഴവുണ്ട്, അത് ശരിയല്ല, അത് പുനഃപരിശോധിക്കണം എന്നാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടത്. പക്ഷേ അതിൽ ഒരു പുനഃപരിശോധന ഉണ്ടായില്ല. മാത്രമല്ല, തങ്ങൾക്ക് പരാതി നൽകിയിട്ടും അനുകൂലമായി ഈ ഭാരവാഹികൾ വന്നില്ല, സംഘാടകർ വന്നില്ല, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വന്നില്ല എന്നാരോപിച്ചാണ് ഇന്ന് രാവിലെയും വലിയ പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നുണ്ടായത്. പോലീസ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ടായും ഉദ്യോഗസ്ഥർ ഇതിൽ ഇടപെടും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ചർച്ചയ്ക്ക് ശേഷം ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ പറയുന്നു. എന്തായാലും വിധിനിരത്തിൽ വ്യാപകമായി പാളിച്ചയുണ്ടായി എന്നാണ് ഇവർ ആരോപിക്കുന്നത്. പ്രത്യേകിച്ച് അതിന്റെ റിമാർക്കുകൾ ഓരോ വിഭാഗത്തിലും, അതായത് നൃത്തത്തിന്റെ ഓരോ മേഖലയിലുമുള്ള റിമാർക്സിൽ പിഴവുണ്ടായി എന്നാണ് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത്. അതിൽ നടപടി വേണം, അല്ലെങ്കിൽ ആ വിധിയിൽ പുനഃപരിശോധന വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. പ്രതിഷേധം ഇപ്പോൾ തുടരുകയാണ്. ലക്ഷ്മി, തിരുവനന്തപുരത്ത് ജില്ലാ സ്കൂൾ കലോത്സവത്തിലാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. വിധി നിർണയത്തിൽ പാളിച്ചകൾ ആരോപിച്ചാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. ബിനിൽ ലീല സാബു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.